കാരണം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആണെങ്കിൽ നമുക്ക് ആ ഇതിന്റെ HTML ക്രിയേഷനും വേഴ്സസ് അതിന്റെ പ്രിവ്യൂ ഒരേ സമയം കണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് HTML VS കോഡ് തന്നെ എടുക്കുന്നത് ഇതിന് ഡെമോ ചെയ്ത് വേണ്ടിയിട്ട്. ഞാനൊരു ഫോൾഡർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, സോ ഇതൊരു empty ഫോൾഡർ ആണ്, ഒരു ഫയലും ആസ് ഓഫ് നൗ ഇല്ല. സോ അറ്റ് ദ വെരി ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യേണ്ടത് ഒരു ബേസിക് HTML പേജ് ക്രിയേഷൻ ആണ്. സോ ഒരു empty ഫയൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. empty ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്ലസ് ബട്ടണിൽ ഇവിടെ ഈ ഐക്കണിൽ പ്രസ് ചെയ്യുക, ഫയൽ ക്രിയേഷൻ ഐക്കണിൽ. എന്നിട്ട് എൻ്റെ പേജിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പം ഹോം ആണെന്നുണ്ടെങ്കിൽ ഹോം പറഞ്ഞിട്ട്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഞാനിവിടെ എക്സ്റ്റൻഷൻ ആയിട്ട് .html എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഐക്കൺ ചേഞ്ച് ഒക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് മെസ്സേജ് ഒക്കെ വരും, ബട്ട് സ്റ്റിൽ വി ക്യാൻ ഇഗ്നോർ ദാറ്റ്. സോ ആസ് ഓഫ് നൗ ഇതൊരു empty ഫയലാണ്. സോ ബേസിക്കലി HTML എക്സ്റ്റൻഷനിലുള്ള ഒരു empty ഫയൽ മാത്രമേ ആകുന്നുള്ളൂ. സോ നൗ ഇങ്ങനെ ഒരു HTML ഫയൽ നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റിക് പ്രിവ്യൂ കാണാനായിട്ട് നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു പ്രിവ്യൂ ബട്ടൺ ഉണ്ട്. നമുക്ക് മാർക്കപ്പ് ലാംഗ്വേജ് മാർക്ക്ഡൗൺ ഫയലിന് നമ്മൾ ഇതേ പ്രിവ്യൂ യൂസ് ചെയ്യാറുണ്ട്, ബട്ട് HTML നമുക്ക് അതേ പ്രിവ്യൂ യൂസ് ചെയ്യാൻ പറ്റും. സോ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതൊരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ആസ് ഓഫ് നൗ അതിൻ്റെ അകത്ത് കണ്ടന്റ്സ് ഒന്നുമില്ല. സോ അതുകൊണ്ട് ഒരു പ്ലെയിൻ വെബ് പേജ് ആയിരിക്കും വരുന്നത്. സോ ഇതിൽ നമുക്ക് HTML പേജ് ക്രിയേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടാഗ്സ് എന്ന് പറയും. അതിൽ ആക്ച്വലി നമ്മളതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു ടാഗ് എന്ന് പറയുന്നത് ഒരു ലെസ് ദാൻ സിമ്പിൾ ഇട്ടതിന് ശേഷം ഡോക് ടൈപ്പ് എക്സ്ക്ലമേഷൻ ഡോക് ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്യണം. ദെൻ HTML, അതിനുശേഷം ആ ടാഗ് ക്ലോസ് ചെയ്യണം. സോ ബേസിക്കലി ഇതൊരു HTML ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ഫയൽ അങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ സേവ് അടിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഈ ഒരു പേജിന് ഒരു ടൈറ്റിൽ. ഇവിടെ ഇപ്പം ജസ്റ്റ് home.html തന്നെയാണ് ഈ പേജിന്റെ ടൈറ്റിൽ വന്നത്. സോ എനിക്ക് ടൈറ്റിൽ ആ പേജിന് വേണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബാക്കി റിമൈനിങ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അതായത് ഹെഡ് എന്ന് പറയുന്ന ടാഗ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ ഹെഡ് എന്ന് പറയുന്ന ടാഗ് ക്ലോസ് ചെയ്യാനായിട്ടാണ് /head എന്ന് പറഞ്ഞിട്ട് വേറൊരു ടാഗ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഇടയിലായിരിക്കണം ഞാൻ അതിന്റെ വാല്യൂസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഹെഡ് എന്ന് പറയുന്നത് ഒരു HTML പേജിൽ നമുക്ക് ഹെഡ് എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ടാവും, ബോഡി എന്ന് പറയുന്ന പാർട്ടും ഉണ്ടാവും. സോ ഹെഡിലായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ ടൈറ്റില്, എന്തെങ്കിലും സ്റ്റൈലിംഗ് ഷീറ്റിലോട്ടുള്ള ലിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. സോ ഇവിടെ ഞാൻ ടൈറ്റിലിന് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ ടാഗ് ആഡ് ചെയ്യുവാണ്. സോ അത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എൻഡിങ് ടാഗ് വരും. സോ മോസ്റ്റ് ഓഫ് ദ ടാഗ്സിനും നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാനും ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസിംഗ് ടാഗ് നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഒരു സം ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുവാണ്. HTML ആൻഡ് CSS ഫോർ ഡാറ്റ സയന്റിസ്റ്റ് എന്ന് ഞാൻ കൊടുത്തു. സോ ഞാൻ അത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അപ്പിയർ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഈ പറയുന്ന ഫയലിന്റെ ടൈറ്റിലായിട്ട് ആ ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ തിങ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ബോഡി പാർട്ടിൽ, അതായത് ആക്ച്വലി വൈറ്റ് സ്പേസ് വരുന്ന പാർട്ടിൽ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. സോ അത് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ബോഡി എന്ന് പറയുന്ന ടാഗ് കൊടുക്കണം. ക്ലോസ് ചെയ്യുക. ദെൻ സം എന്തെങ്കിലും ഒരു ബേർ ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അതിന് വേറെ സ്റ്റൈലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തില്ല.
സിംപിളി ഒരു ടെക്സ്റ്റ് കൊടുത്തു, ആ ടെക്സ്റ്റ് ആസ് വെച്ച് അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഓക്കെ, സോ ഇതില് ആക്ച്വലി ഈ മൊത്തം HTML വേണ്ടിയിട്ട് ഒരു HTML ടാഗ് കൂടെ വേണം. സോ ഇത് കംപ്ലീറ്റ് ആവാനായിട്ട് സോ ഇത്രയും HTML ടാഗിന്റെ അകത്തായിരിക്കണം ബോത്ത് ദി ഹെഡ് ആൻഡ് ബോഡി വരേണ്ടത്. ഓക്കെ, സോ സംടൈംസ് ഒരു ടാഗ് മിസ് ആയാലും ചിലപ്പം അത് വർക്ക് ആവും, ബട്ട് നമ്മുടെ പ്രോപ്പർ വേ ഓഫ് ഡൂയിങ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, സോ ഹെഡ് HTML ടാഗ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, ഹെഡ് ടാഗ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ആ ഹെഡ് ടാഗിന്റെ അകത്താണ് നമ്മൾ ടൈറ്റിൽ ടാഗ് കൊടുക്കുന്നത്. അതുപോലെ ഹെഡ് ടാഗ് കഴിഞ്ഞ് ബോഡി ടാഗിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ?